അപ്പൊ ഞാൻ വിചാരിച്ചു ഇന്ന് നിങ്ങൾക്ക് എൻ്റെ ഒരു ആക്രിപ്പൂക്രി പരീക്ഷണം കാണിച്ചു തരാമെന്ന്. നമ്മൾ ആരും അങ്ങനെ ഇങ്ങനെയൊന്നും ഉള്ള കറിയൊന്നും കൂട്ടി ആഹാരം കഴിക്കുന്നവരൊന്നും അല്ലല്ലോ. പ്രത്യേകിച്ച് എന്നെ പോലുള്ള ആൾക്കാർ വീട്ടിലുണ്ടാക്കുന്ന ഒരു സാധനവും തിന്നത്തില്ലെന്ന് എനിക്കറിയാം. അപ്പൊ ഞാനാണെങ്കിൽ എപ്പോഴും ഒരു സാധനം ഉണ്ടാക്കും. അത് ഞാൻ സ്വന്തമായിട്ട് ഞാൻ തന്നെ ഇട്ടേക്കുന്ന പേരാണ് പിസ്സ. ഞാൻ അതിനെ പിസ്സ എന്നാണ് വിളിക്കുന്നത്. ചുമ്മാ ആക്രിപ്പൂക്രി അല്ല, നമ്മുടെ ശരീരത്തിന് അതായത് വെയിറ്റ് ഗെയിന് സപ്പോർട്ട് ചെയ്യുന്ന സാധനങ്ങൾ വെച്ചിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ഡിഷസ് ഉണ്ടാക്കിയിട്ടായിരിക്കും ഞാൻ തന്നെ. അപ്പൊ ഞാൻ വിചാരിച്ചു ശരി എന്നാ പിന്നെ നിങ്ങൾക്ക് കൂടെ കാണിച്ചു തരാം ഞാൻ സ്വന്തമായിട്ട് പരീക്ഷണം ചെയ്ത് കണ്ടുപിടിച്ച എൻ്റെ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി പിസ്സ. ഞാൻ പിസ്സ എന്നാട്ടോ പേരിട്ടേക്കുന്നത്. കാരണം അതിനകത്ത് ചപ്പും ചവറുകളും എല്ലാം ഉണ്ട്. അത് മുതുക്ക് കഷ്ണങ്ങളല്ല എന്നുള്ള വ്യത്യാസം ഒഴിച്ചാൽ നമുക്ക് വേണമെങ്കിൽ പിസ്സ എന്ന് പറയാം. ചിലപ്പോൾ നിങ്ങളത് കണ്ടു കഴിയുമ്പോൾ എൻ്റെ അടുത്ത് ഛേ ഇതാണ് ഇതിന്റെ പിസ്സ എന്ന് നിങ്ങൾ ആലോചിക്കും. പക്ഷെ നിങ്ങൾ അങ്ങനെ ആലോചിക്കരുത്. നമ്മുടെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി പിസ്സ. അപ്പം അതുപോണക്കല്ല, നമ്മുടെ വേറെ പോണക്കായിരിക്കും ഇരിക്കുന്നത്. ഞാൻ എല്ലാം അരിഞ്ഞെടുത്തോണ്ട് വരാം. അല്ലാതെ ഈ ഫോണിന്റെ വെട്ടത്തിൽ ഞാൻ എടുക്കാൻ നിന്നാൽ നിഴലായും മാത്രമേ കാണത്തുള്ളൂ, വേറെ ഒന്നും കാണാത്തുള്ളൂ. ഞാൻ പോയി അരിഞ്ഞ് വെട്ടി കൂട്ടിട്ട് വരാം. വെട്ടിക്കൂട്ടുന്നതിന് മുന്നേ എന്താണ് വെട്ടിക്കൂട്ടുന്നതെന്ന് പറഞ്ഞുള്ള സാമാന്യ മര്യാദ പോലും എനിക്കില്ലാതെ നിങ്ങൾ വിചാരിക്കരുത്. ഞാൻ മറന്നുപോയതാ. അത് കഴിഞ്ഞാണ് ഞാൻ ഓർത്തത് അയ്യോ ഞാൻ പറഞ്ഞില്ലല്ലോ എന്താണ് വെട്ടിക്കൂട്ടേണ്ടത് എന്ന് ഞാൻ ഓർത്തത്. എപ്പോഴത്തേം പോലെ തന്നെ വെണ്ടയ്ക്ക, പിന്നെ തക്കാളി, പിന്നെ ഞാൻ എപ്പോഴും പറയാറില്ല ഞാൻ എല്ലാത്തിലും മുട്ടക്രോസ് ചേർക്കുന്നു. മുട്ടക്രോസോ? മുട്ടക്രോസ്. അപ്പൊ എന്നെ മുട്ടക്രോസ് ഇതിനെ ബാക്കി പോച്ച്. അപ്പൊ ഞാൻ ഇതെല്ലാം വെട്ടിക്കൂട്ടി കൊണ്ടുവരാം എങ്ങനാ ചെയ്യണ്ടേന്ന്, എങ്ങനാ അരിയണ്ടേന്ന്. അപ്പൊ ഞാൻ നമ്മുടെ സാധനങ്ങളെല്ലാം അരിഞ്ഞെടുത്തോണ്ട് വന്നിട്ടുണ്ട്. ഇതിന്റെ ഒരു അവസ്ഥ ഞാൻ കാണിച്ചു തരാം. ഇത് കണ്ടോ, ഇങ്ങനെ കുനുകുനാന്നാ ഈ മുട്ടക്രോസ് അരിഞ്ഞ് വെച്ചേക്കുന്നത്. അത് കണക്ക് തക്കാളി ആണെങ്കിൽ കൊത്തി എറിയുന്ന പോലെ അരിഞ്ഞിട്ടുണ്ട്. ഇതെന്തിടണു? വെണ്ടയ്ക്ക ആണെങ്കിൽ നൈസായിട്ടെന്ന് പറഞ്ഞാൽ ഇത് കണ്ണിലിട്ടാൽ പോലും കാണാൻ പറ്റത്തോലെ അരിഞ്ഞേക്കുന്നുണ്ടോ. ഇത്രേ ഉള്ളൂ വണ്ണം. ഇത്രയും കുനുകുനാന്ന് അരിഞ്ഞിട്ട് ഇതെല്ലാം കൂടെ ഒന്നിച്ച് ഇടണം. ഒന്നിച്ചൊരു പാത്രത്തിനകത്തോട്ട് തട്ടണം. അപ്പൊ ഇതെല്ലാം കൂടെ ഉരുട്ടിക്കൂട്ടി ഞാൻ ഈ ഒരു ഇപ്പിയുടെ കൂടെ ഫ്രീ ഇട്ട് പാത്രത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. കണ്ടോ പേരൊക്കെ ഉണ്ട്, പേര് നാളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഞാൻ ഇത്രയും സാധനത്തിനും കൂടെ 2 മുട്ട ഇട്ടേക്കുന്നത്. അപ്പൊ ഈ മുട്ട എല്ലാം കൂടെ ഒരു ദിവസം എത്ര മുട്ടയല്ല കഴിക്കുന്നത്? ശരി, എത്ര മുട്ട കഴിക്കുന്നത്? ഇതെല്ലാം കൂടെ ഞാൻ മിക്സിങ്. അപ്പൊ ഇനി ഇതിനകത്തോട്ട് കുറച്ചുപ്പും കുറച്ച് കുരുമുളകും ഇടാം. ഞാൻ പിന്നെ ഉപ്പും കുരുമുളകും ഇട്ടിട്ടുണ്ട്. ഇതിന്റെ അളവ് ചെറുതായിട്ടൊന്ന് കുറഞ്ഞിട്ടുണ്ട്. എന്താന്ന് വെച്ചാൽ ഞാൻ ഉപ്പിടാൻ പോയ വഴിക്ക് ചെറുതായിട്ടൊന്നും തറപ്പോയി, കുഴപ്പമില്ല, കുറച്ചേ പോയുള്ളൂ. ബാക്കി നമുക്ക് രക്ഷിക്കാൻ പറ്റി. ബിഗ് ബോസ് അല്ല ആയിരുന്നെങ്കിൽ എന്നെ ഇപ്പൊ നോമിനേറ്റ് ചെയ്തിരുന്നു എല്ലാവരും കൂടെ. ഇനി ഈ സാധനം നമ്മൾ മുട്ട പൊരിക്കൂലേ, മുട്ട പൊരിക്കുന്ന പോലെ പൊരിച്ചെടുക്കണം. ഞാൻ തൽക്കാലം അത് കാണിക്കുന്നില്ല, കാരണം അമ്മ അപ്പുറത്തെ സീരിയൽ കണ്ടോണ്ടിരിക്കുക. അതുകൊണ്ട് ഞാൻ ഒറ്റയ്ക്ക് എടുക്കാനുള്ളത്. അപ്പൊ ഞാൻ ഇതുകൊണ്ട് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ മുട്ട കരിയുകയും ചെയ്യും, നിഴലടിച്ച് നിങ്ങൾ ചാവുകയും ചെയ്യും. അതുകൊണ്ട് ഞാൻ തൽക്കാലം ഞാൻ പൊരിക്കുന്ന കാണിക്കുന്നില്ല. പൊരിച്ചിട്ട് എടുത്തോണ്ട് വന്നിട്ട് ഞാൻ കാണിച്ചു തരാം. അങ്ങനെ എന്റെ പിസ്സ റെഡി ആക്കിയിട്ടുണ്ട്. ശരിക്കും ഞാൻ ഇത് ഉണ്ടാക്കിയത് ഒരാൾക്ക് വേണ്ടിയിട്ടല്ല, 2 മുട്ട ഇട്ട ഡോണ്ട് വറി. ഇപ്പൊ എന്റെ പിസ്സയൊക്കെ പപ്പളാസി ആയനെ. ഓക്കെ, അപ്പൊ എന്റെ പിസ്സ റെഡി ആയിട്ടുണ്ട്. ഇതാണ് എന്റെ പിസ്സ. കാണാൻ പിസ്സയെ പോലെ ഒന്നും തോന്നത്തില്ല, പക്ഷെ ഇത് പിസ്സയാണ്. ഇത് ഞാൻ ഒരാൾക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയതല്ല, ഇത് ഞാൻ എനിക്കും അമ്മയ്ക്കും കൂടെ ഉണ്ടാക്കിയത്. അപ്പൊ നമ്മുടെ ഈ മറ്റേ ഉരുട്ടുന്ന സാധനത്തോട് നമുക്ക് തൽക്കാലം ഇത് വെച്ച് ഉരുട്ടിയിട്ട് മുറുകയാം. അപ്പൊ ഞാൻ എന്റെ മുട്ട വീണ്ടും ഇപ്പിയുടെ ഫ്രീ ആയിട്ട് പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും ഈ വീട്ടിലെ ഏറ്റവും മൂത്ത സന്തതിയും അമ്മയുടെ കണ്ണിലുണ്ണി ഞാനായോണ്ട് വലിയ പീസ് എനിക്കും. അതിനകത്ത് ശകലേശം റേഡിയസ് കുറവുള്ളത് അമ്മയ്ക്കും കൊടുത്തിട്ടുണ്ട്. ഇനി ഞങ്ങൾ പോയി ഇരുന്ന് തിന്നട്ടെ. ഓക്കെ, ബൈ ബൈ.